സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു പുള്ളിനെക്കുറിച്ച്. കാരണം പുള്ളി കഴിഞ്ഞ സീസൺ അടക്കം ഈ സീസൺ അടക്കം എല്ലാ സീസണിലും ബിഗ് ബോസ് മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തി പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അത് ഈ സീസണിലും പുള്ളി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നതിന് മുന്നേ വരെ എല്ലാ എപ്പിസോഡും കാണുകയും അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുള്ളിയുടെ കുറേ ഗെയിം പ്ലാനിങ്ങും പുള്ളി അതിനുള്ളിൽ നടത്താൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രതീക്ഷയുള്ള ആളായിരുന്നു ഞാൻ. പക്ഷേ പുള്ളി ആദ്യം അവിടെ ചെന്നു. ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഏതാണെന്ന് ചോദിച്ചപ്പം ഗബ്രിയാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ജാസ്മിനോട് പുറത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു തുടങ്ങി. പുള്ളി ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് കൂട്ടുന്ന എന്തൊക്കെയാണെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. വൈൽഡ് കാർഡായിട്ട് കയറിയ 6 കണ്ടസ്റ്റൻസിൽ ഏറ്റവും മോശമായിട്ട് ഇപ്പോൾ കളിക്കുന്ന ഒരാളാണ് സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ്. അപ്പം ഹെലനോസ് പാർത്തേനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവർ വലിയ ഡ്യൂഡും ഒക്കെയാണ്. അതായത് സീക്രട്ട് ഏജൻറ്റ് ഹെലനോസ് പാർത്തയും പരസ്പരം ഡ്യൂഡ് എന്നാണ് വിളിക്കൂ. ഡ്യൂഡുമാണ് ഇവർ. അപ്പോൾ ഹെലനോസ് പാർത്ത സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ 2 കാര്യവും ഹെലനോസ് പാർത്ത പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ചെന്ന് കയറിയപ്പോൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഗബ്രി എന്നത് ഉത്തരം കൊടുത്തു സീക്രട്ട് ഏജൻറ്റ്. അത് ഹെലനോസ് പാർത്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉള്ളത്, പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിനോട് എന്നങ്ങ് വിളമ്പി കൊടുത്തു. അതും ഹെലനോസ് പാർത്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഇഷ്ടപ്പെടാത്തത് ഹെലനോസ് പാർത്തയ്ക്ക് മാത്രമല്ല കേട്ടോ, ഈ ഷോ കാണുന്ന ഭൂരിഭാഗം ജനങ്ങൾക്കും സീക്രട്ട് ഏജൻറ്റിൻ്റെ ഈ പരിപാടി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ വൈഫും കൂട്ടുകാരനൊക്കെ ഇപ്പോഴും ബിഗ് ബോസിലെ ഓരോ എപ്പിസോഡും എടുത്ത് വെച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാം, അത്രേ ഉള്ളൂ. അപ്പോൾ ജാസ്മിനും സീക്രട്ട് ഏജൻറ്റും തമ്മിൽ പുറത്ത് ഭയങ്കര കണക്ഷൻ ആയിരുന്നു എന്ന് സീക്രട്ട് ഏജൻറ്റ് ഏതൊരു വീഡിയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇവർ പണ്ട് തൊട്ട് അറിയാവുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുറത്തുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തി ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വിടുകയും അത് ഭയങ്കര വൈറലാവുകയും സീക്രട്ട് ഏജൻറ്റ് അടക്കമുള്ളവർ ഇതെടുത്ത് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം സീക്രട്ട് ഏജൻറ്റ് ഉള്ളിൽ ചെന്നിട്ട് ജാസ്മിനോട് പറയുകയാണ്, പുറത്ത് ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പ് വന്നു, അത് ഫുൾ ആക്ഷനാണ് കേട്ടോ കാണിക്കുന്നത്. വോയിസ് പുറത്തു വന്നു, അവൻ കരയുന്ന പോലെയാണ്, പുറത്ത് നിന്ന് ഫോറിൻ പ്രണയമായിട്ടാണ് കാണപ്പെടുന്നത് ആൾക്കാർ, ഇതൊക്കെ വന്ന് പറയുകയാണ്. അപ്പോഴാണ് ബിഗ് ബോസ് വന്നിട്ടൊരു വാണിംഗ് കൊടുത്തത്, പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിൽ വിളിച്ച് പറയരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പം ജാസ്മിൻ ദൈവം ഇതൊന്നും ശരിയാവില്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അടുത്ത ഒരു ഇത് വരുന്നത്. വൈൽഡ് കാർഡായിട്ട് വന്നവർ പലതും പറയും, അത് ചിലപ്പോൾ നിങ്ങളെ തകർക്കാനായിട്ടായിരിക്കും, ചിലപ്പോൾ പുറത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ജാസ്മിന് കുറച്ചൊരു ആശ്വാസം കിട്ടിയത്. അപ്പം ജാസ്മിൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ സായി കൃഷ്ണയ്ക്കെതിരെ തിരിയുന്ന രീതിയിലായി. അതായത് അവൻ എന്തിനാണ് എന്നോട് ആ കള്ളത്തരം പറഞ്ഞത്. സായി കൃഷ്ണൻ പറഞ്ഞ സത്യത്തിൽ ശരിയാണ്, പക്ഷേ ജാസ്മിൻ പെട്ടെന്ന് വിചാരിച്ച് എന്നെ അവൻ ഗെയിമിൽ തകർക്കാനായിട്ട് അവൻ ചെയ്ത പരിപാടിയാണ്, എന്തിനാണ് അവൻ എന്നോടത് ചെയ്തത് എന്നുള്ളൊരു ചിന്ത ജാസ്മിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ആദ്യം തന്നെ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി ചെയ്ത ഈ 2 പരിപാടികൾ, ഒന്ന് ഗബ്രിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും, ഇഷ്ടമെന്നല്ല ഗബ്രിയാണ് നല്ലൊരു ഗെയിമർ എന്ന് പറഞ്ഞതും, ജാസ്മിനോട് പുറത്തുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതും സീക്രട്ട് ഏജൻറ്റ് ചെയ്തൊരു പൊട്ടത്തരമാണ്. സത്യം പറഞ്ഞാൽ ആ ഗെയിമിൻ്റെ റൂൾസിനെതിരായിട്ട് ചെയ്തൊരു സംഭവമാണ്. ആൾക്കാരൊക്കെ അതിന് ഭയങ്കരമായിട്ട് എതിർത്ത് നിൽക്കുന്നുണ്ട്. അത് സീക്രട്ട് ഏജൻറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കണ്ടസ്റ്റൻ്റ് അതിനകത്തേക്ക് എന്നിട്ട് ഇത്തരത്തിലുള്ള പൊട്ടത്തരം കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. എന്തായാലും ബാക്കി ഇനിയിപ്പോൾ വരുന്ന വഴിക്ക് കാണാം.